വെൽക്കം ടു ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും അവസാനത്തെ എക്സസൈസിനകത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പായിട്ട് ഇതിന് മുമ്പത്തെ തിയറി പോർഷൻസും വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ പോയി കാണാൻ കണ്ട് നന്നായി മനസ്സിലാക്കി എക്സാമൊക്കെ നല്ല ബെറ്റർ ആയിട്ട് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോസിൻ്റെ ലിങ്ക്സൊക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കൊക്കെ ചെക്ക് ചെയ്ത് വീഡിയോസ് കാണാം. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കി നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററിനകത്ത് എക്സസൈസ് 11.5-നകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്പർ 1 പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ, ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. ഓക്കെ, താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ ഏതൊക്കെയാണ് ഇക്വേഷൻ ആയിട്ടുള്ളത്, അത് ഇക്വേഷൻ അല്ലാതിരിക്കാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെക്ക് ചെയ്യാം. 17 = x+7 ഒരു ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, LHS ഉണ്ടായിരിക്കണം, RHS ഉണ്ടായിരിക്കണം, അതിൻ്റെ ബിറ്റ്വീനിൽ ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു വേരിയബിളും ഉണ്ടായിരിക്കണം. സോ നമുക്കിത് അവിടെ കിട്ടി. 17 = x+7 എന്ന് പറയുന്നതിൽ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തതാണ്. ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്, LHS ഉണ്ട്, RHS ഉണ്ട്. ഓക്കെ, അപ്പോൾ 17 = x+7 ഈസ് എൻ ഇക്വേഷൻ with variable x. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഇതൊരു ഇക്വേഷനാണ് വിത്ത് വേരിയബിൾ എക്സ്. ഓക്കെ, ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോൻ്റെ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ആൻസറിലോട്ട് വരാം. ഓക്കെ, ഈ എക്സസൈസ് ക്വസ്റ്റ്യനിലെ ആൻസറിലോട്ട് വരാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് t-7 > 5 എന്നുള്ള എക്സ്പ്രഷനാണ്. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ഈക്വൽ ടു സൈന് പകരം ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത്? ഇക്വേഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇതൊരു ഇക്വേഷൻ അല്ല. ഇറ്റ് ഡസൻ ഹാവ് എ ഈക്വൽ ടു സൈൻ. സോ ദിസ് ഈസ് നോട്ട് എൻ ഇക്വേഷൻ. t-7 > 5 ഈസ് നോട്ട് എൻ ഇക്വേഷൻ. It doesn't have a equal to sign. Okay, next നോക്കാം. 4/2 = 2. 4/2 = 2-നകത്ത് ഈക്വൽ ടു സൈൻ ഉണ്ട്, പക്ഷെ ഇവിടെ വേരിയബിൾ ഇല്ല. ഓക്കെ, ഈ LHSും RHSും ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വേരിയബിൾസ് ഒന്നും കാണുന്നില്ല. സോ നമുക്ക് എന്താ പറയാം? ഇതും ഒരു ഇക്വേഷൻ അല്ല. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്, ഇത് ഇക്വേഷൻ അല്ല, ഇതും ഇക്വേഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് 7 × 3 - 19 = 8. ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, LHS ഉണ്ട്, RHS ഉണ്ട്, പക്ഷേ ഇവിടെയും വേരിയബിൾസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു വേരിയബിൾ പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് 5 × 4 - 8 = 2x. ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, രണ്ട് LHSും RHSലും നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്. ദെൻ x - 2 = 0. ഇതെന്താണ്? ഇക്വേഷൻ ആണ്. കാരണം എന്താണ്? ഈക്വൽ ടു സൈൻ ഉണ്ട്, LHS ഉണ്ട്, RHS ഉണ്ട്, അതുപോലെ തന്നെ ഒരു വേരിയബിൾ ഉണ്ട് എക്സ്. ഓക്കെ, x - 2 = 0 ഈസ് എൻ ഇക്വേഷൻ വിത്ത് വേരിയബിൾ എക്സ്. നെക്സ്റ്റ് 2m < 30. 2m < 30 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ അല്ല, കാരണം ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല. നെക്സ്റ്റ് 2n + 1 = 11. 2n + 1 = 11 എന്ന് പറയുമ്പോൾ ഇവിടെ വേരിയബിൾ n ആണ്, ഈക്വൽ ടു സൈൻ ഉണ്ട്, LHS ഉണ്ട്, RHS ഉണ്ട്. സോ ഇതൊരു ഇക്വേഷൻ ആണ്. 2n + 1 = 11 ഈസ് എൻ ഇക്വേഷൻ വിത്ത് വേരിയബിൾ n. ഓക്കെ, നെക്സ്റ്റ് 7 = 11 × 5 - 12 × 4. ഇതൊരു ഇക്വേഷൻ ആണോ ഇല്ലയോ? ഇത് ഇക്വേഷൻ അല്ല. ഇവിടെ ഈക്വൽ ടു സൈൻ എല്ലാം ഉണ്ട്, പക്ഷേ ഇതിനകത്തൊന്നും വേരിയബിൾ ഇല്ല. ഓക്കെ, ഒരു വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. ഇത് ഇക്വേഷൻ അല്ല. നെക്സ്റ്റ് 7 = 11 × 2 +
പി. ഇതൊരു ഇക്വേഷൻ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 is equal to 11 into 2. ഇവിടെ വാരിയബിൾ ഉണ്ട്, LHSും RHSും ഉണ്ട്, ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ ഇതൊരു ഇക്വേഷൻ ആണ്. 7 is equal to 11 into 2 plus P is an equation with variable P. നെക്സ്റ്റ് നോക്കാം. 20 is equal to 5y. ഇതും ഒരു ഇക്വേഷൻ ആണ്. ഈക്വൽ ടു സൈൻ ഉണ്ട്, വാരിയബിൾ y ഉണ്ട്. സോ ഇത് ഇക്വേഷൻ്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നതാണ്. സോ 20 is equal to 5y is an equation with variable y. നെക്സ്റ്റ് 3 by 2 ലെസ് ദാൻ 5. ഇവിടെ ലെസ് ദാൻ സൈൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇതൊരു ഇക്വേഷൻ അല്ല. ഓക്കെ, ഇവിടെ വരേണ്ടത് ഈക്വൽ ടു സൈൻ ആയിരുന്നെങ്കിൽ അതൊരു ഇക്വേഷനായി മാറിയേനെ. നെക്സ്റ്റ് z+2 ഗ്രേറ്റർ ദാൻ. ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട് ഇതും ഒരു ഇക്വേഷൻ അല്ല. 20 - 10 - 5 is equal to 3 into 5. ഇത് ഒരു ഇക്വേഷൻ അല്ല, ഇവിടെ വാരിയബിൾസ് വരാത്തത് കൊണ്ട്. ഓക്കെ, 7 - x is equal to 5. ഇറ്റ് ഈസ് an equation with variable x. ഓക്കെ, ഈക്വൽ ടു സൈൻ ഉണ്ട്, വാരിയബിൾ ഉണ്ട്, LHS RHS ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷനാണ് വിത്ത് വാരിയബിൾ എക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അതായത് ഇവിടെ യെസ് ഓർ നോ വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിളിന് ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിവിടെ പറയണം. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നോ എന്നും കൊടുക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിതിൽ ഓരോ ഇക്വേഷനും ഈ വാല്യൂ വെച്ച് ചെയ്ത് നോക്കാം സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്? 10y is equal to 80, y is equal to 10 കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, ഇക്വേഷൻ എന്താണ്? 10y is equal to 80. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഇതാണ് ഇതിൻ്റെ LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. LHSും RHSും ഈക്വൽ ആവും എപ്പോൾ ഈ വൈക്ക് നമ്മളൊരു ഡെഫിനിറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LHSും RHSും ഈക്വൽ ആവും. അപ്പോഴാണ് ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വാല്യൂ എത്രയാണ്? y = 10 ആണ്. ഓക്കെ, നമുക്കിവിടെ y = 10 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ LHS എന്താണ്? LHS is equal to 10y. 10y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ 10 എന്നുള്ളത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 10 × 10 is equal to 100 എന്ന് വരും. ഓക്കെ, ദെൻ RHS ഇവിടെ ഓൾറെഡി എത്രയാണ്? 80 ആണ്. സോ LHS നോട്ട് ഈക്വൽ ടു RHS അല്ലേ? RHS നമുക്ക് 80 കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? y = 10 എന്ന് പറയുന്നത് 10y = 80 എന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ LHSും RHSും ഡിഫറെൻ്റ് ആണ്. LHS കിട്ടിയത് 100 ആണ്, RHS കിട്ടിയിരിക്കുന്നത് 80 ആണ്. സോ LHS നോട്ട് ഈക്വൽ ടു RHS. സോ നമുക്ക് എന്ത് പറയാം? y = 10 ഈസ് നോട്ട് എ solution of the equation 10y is equal to 80. ഓക്കെ, 10y is equal to 80ൽ വൈയുടെ പ്ലേസിൽ നമ്മൾ 10 കൊടുത്ത് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ 10 എന്നുള്ളത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്കിവിടെ എന്ത് എഴുതാം? നോ എന്നാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, നോ. ക്ലിയർ? നെക്സ്റ്റ് ഇക്വേഷൻ ചെക്ക് ചെയ്യാം. 10y is equal to 80. അവിടെ വൈയുടെ പ്ലേസിൽ 8 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വൈയുടെ പ്ലേസിൽ ഇവിടെ 8 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ LHS = RHS ആയിരിക്കണം. അതായത് വൈയുടെ പ്ലേസിൽ ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 80 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വൈയുടെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്കിവിടെ കൊടുത്തു നോക്കാം. y is equal to 8 ആണ്. സോ 10 × 8 is equal to 80. ഓക്കെ, ഇവിടെ എന്താണ്? LHS is equal to RHS. അപ്പോൾ y is equal to 8 is a solution of equation
10y is equal to 80. 10y is equal to 80 എന്ന് പറഞ്ഞ ഇക്വേഷൻ y is equal to 8 എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ yക്ക് നമ്മൾ 8 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 80 തന്നെയാണ്. ഓക്കെ, LHS is equal to RHS ആണ്. ക്ലിയർ ആണല്ലോ? അതായത് ഇവിടെ yക്ക് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? RHSലെ ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ഇൻറ്റു y എന്നുള്ള പ്ലേസിൽ വൈയുടെ സ്ഥാനത്ത് നമ്മൾ 8 കൊടുക്കുമ്പോൾ നമുക്കിവിടെ 80 എന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് RHSലും ഉള്ളത്. സോ നമുക്ക് എന്ത് പറയാം? y is equal to 8 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ഡിസ്കസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്താണ്? 10y is equal to 80. y is equal to 5 ആണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ പ്ലേസിൽ 5 കൊടുത്തിട്ട് കിട്ടുന്ന ആൻസറും ഇവിടുത്തെ RHSലെ ആൻസറും സെയിം ആയിരിക്കണം. ഓക്കെ, ഇത് LHS ആണ്, ഇത് RHS ആണ്. LHSും RHSും സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. 10 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുത്തു? 5 എന്ന് കൊടുത്തു. നമുക്ക് എത്ര കിട്ടുന്നത്? 50 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, LHS ആണ് നമുക്കിവിടെ 50 കിട്ടിയത്. RHS എത്രയാണ്? 80 ആണ്. സോ നമുക്കറിയാം LHS നോട്ട് ഈക്വൽ ടു RHS. സോ y is equal to 5 is not a solution of equation 10y is equal to 80. 10y is equal to 80 എന്നുള്ള ഇക്വേഷനിൽ y is equal to 5 എന്നുള്ള സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. yക്ക് 5 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50യും 80യും ആണ്. ഓക്കെ, 50 എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 80 ആണ്. സോ നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്കിവിടെ എന്ത് എഴുതാം? നോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 4l is equal to 20. 4l is equal to 20. Lന് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 20. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ Lൻ്റെ പ്ലേസിൽ 20 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് 20 ആണ്. ഓക്കെ, ഇതാണ് LHS, ഇത് RHS. ഓക്കെ, അപ്പോൾ LHS is equal to എത്രയാണ്? 4 ഇൻറ്റു L. Lൻ്റെ പ്ലേസിൽ നമുക്ക് 20 കൊടുത്ത് നോക്കാം. അപ്പോൾ 4 ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80. ഓക്കെ, അപ്പോൾ LHS എത്ര കിട്ടിയത്? 80 ആണ്. RHSൽ 20 ആണ്. സോ നമുക്ക് പറയാം LHS നോട്ട് ഈക്വൽ ടു RHS. സോ L is equal to 20 is not a solution of the equation 4l is equal to 20. ഓക്കെ, ഈ 4l is equal to 20 എന്ന ഇക്വേഷനിൽ l is equal to 20 എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിൽ LHSും RHSും ഈക്വൽ ആയിട്ട് വന്നേനെ. ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ് LHSും RHSും ഡിഫറെൻ്റ് ആയിട്ട് വന്നത്. സോ നമുക്ക് എന്ത് പറയാം? l is equal to 20 എന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ എന്ത് കൊടുക്കണം? നോ എന്ന് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 4l is equal to 20 where l is equal to 80. Okay, 4l is equal to 20. Lൻ്റെ വാല്യൂ എത്രയാണ്? 80. ഓക്കെ, ദെൻ Lൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്തു നോക്കാം? 80 എന്ന് കൊടുത്തു നോക്കാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 120. ഓക്കെ, അപ്പോൾ RHSൻ്റെ പ്ലേസിൽ എത്രയാണ്? 20 ആണ്. LHS നമുക്ക് കിട്ടിയത് 120 ആണ്. അപ്പോൾ LHS നോട്ട് ഈക്വൽ ടു RHS. സോ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷനിൽ l is equal to 80 എന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? നോ എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 4l is equal to 20, l is equal to 5. 4l is equal to 20, Lൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, ദെൻ നമ്മൾ 4 ഇൻറ്റു Lൻ്റെ പ്ലേസിൽ ഈ 5 കൊടുത്ത് നോക്കാം. സോ ആൻസർ ഈസ് 20. അതായത് LHS നമുക്ക് കിട്ടിയത് 20 എന്നാണ്. RHSൽ ഓൾറെഡി 20 ആണ്. സോ LHS ഈക്വൽ ടു RHS.
ഓക്കെ, അപ്പോൾ എന്താ പറയാം നമുക്ക്, L is equal to 5 is a solution of the equation 4L is equal to 20. Clear? Then 4 into L is equal to 20 എന്നുള്ള ഇക്വേഷനിൽ L is equal to 5 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇക്വേഷനിൽ Lൻ്റെ പ്ലേസിൽ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. LHS is equal to RHS ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആൻസർ ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷനിൽ ഈ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് b+5 equal to 9. b+5 equal to 9, b is equal to 5. ഓക്കെ, b+5 equal to 9 ഇതാണ് LHS, ഇതാണ് RHS. ഓക്കെ, അപ്പോൾ LHS is equal to b+5. b+5ൽ ബിയുടെ പ്ലേസിൽ നമ്മൾ ബിയുടെ ഒരു വാല്യൂ കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. 5 + 5 എത്ര വരും, 10 എന്ന് വരും. ഓക്കെ, ദെൻ RHS എത്രയാണ്, RHS ഇക്വേഷനിൽ എത്രയാണ്, 9 ആണ്. സോ നമുക്ക് എന്ത് പറയാം, LHS നോട്ട് ഈക്വൽ ടു RHS. ഓക്കെ, ഇവിടെ ഈ ബിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈ RHSനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ കിട്ടിയാൽ മാത്രമേ ആ വാല്യൂ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാൻ സാധിക്കൂ. ഇതാവാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, LHS is equal to not equal to RHS. So b equal to 5 is not a solution of the equation b+5 equal to 9. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നില്ല എന്ന് പറയാം, നോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് b+5 equal to 9, b is equal to 9. ഇവിടെ ബിയുടെ വാല്യൂ 9 തന്നെയാണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ LHS കണ്ടുപിടിക്കാം. LHS is equal to b+5. ഇവിടെ ബിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, 9 + 5. ഓക്കെ, എത്ര വരും ആൻസർ, 14 എന്ന് വരും. RHS എത്രയാണ് ഓൾറെഡി തന്നിട്ടുള്ളത്, 9 ആണ്. സോ നമുക്ക് എന്ത് പറയാം, LHS നോട്ട് ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, b is equal to 9 is not a solution of the equation b+5 equal to 9. ഓക്കെ, ബിക്ക് 9 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, യെസ് ഓർ നോ ആണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് പറയാം, നോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. b+5 is equal to 9 where b is equal to 4. അപ്പോൾ ഇക്വേഷൻ b+5 is equal to 9 എന്നാണ്. അവിടെ ബിയുടെ വാല്യൂ ആയിട്ട് തന്നിട്ടുള്ളത്, അതായത് വേരിയബിൾ അവിടെ ബി ആണ്, ബിയുടെ വാല്യൂ ആയിട്ട് തന്നിട്ടുള്ളത് 4 ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബിയുടെ പ്ലേസിൽ ഇവിടെ 4 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നാണ്. ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പറയേണ്ടത്, ഇതാണ് ഇക്വേഷൻ്റെ LHS പാർട്ട്, ഇതാണ് ഇക്വേഷൻ്റെ RHS പാർട്ട്. ഓക്കെ, ഈ ബിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ ഈ LHSൽ കിട്ടുന്ന വാല്യൂവും RHSൽ കിട്ടിയ വാല്യൂവും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബിയുടെ വാല്യൂ നമ്മൾ 4 എന്ന് കൊടുത്തു, 4 + 5 = 9. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് LHS പാർട്ടാണ്. LHSൽ നമുക്ക് 9 എന്ന് കിട്ടി. RHS പാർട്ട് ഓൾറെഡി 9 ആണ്. സോ നമുക്ക് എന്ത് പറയാം, LHS ഈക്വൽ ടു RHS, രണ്ടും 9 ആണ് കിട്ടിയത്. സോ b equal to 4 is a solution of the equation b+5 is equal to 9. ഓക്കെ, b equal to 4 എന്ന വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ LHSഉം RHSഉം സെയിം ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ b equal to 4 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. h-8 is equal to 5 where h is equal to 13. ഓക്കെ, അപ്പോൾ h-8 is equal to 5 എന്നുള്ളതാണ് അവിടുത്തെ ഇക്വേഷൻ. h എന്നുള്ളതാണ് അവിടുത്തെ വേരിയബിൾ. ആ വേരിയബിളിന് 13 എന്ന വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഈ വേരിയബിളിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് സെയിം ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ചിന് കൊടുത്തു നോക്കാം വാല്യൂ. LHS ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു അതെന്താണ്, h-8 ആണ്. 13
മൈനസ് 8. ഓക്കെ, 13 മൈനസ് 8 എത്രയാണ് വരുന്നത്? 5 ആണ്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന RHS പാർട്ട് എത്രയാണ്? 5 ആണ്. സോ നമുക്ക് എന്ത് പറയാം? LHS is equal to RHS. സോ H equal to 13 എന്ന വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എച്ചിന് ഇവിടെ 13 എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ LHS പാർട്ടും RHS പാർട്ടും സെയിം ആയിട്ടാണ് വരുന്നത്. സോ H equal to 13 എന്ന വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് H equal to 13 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെഴുതാം? യെസ്. നെക്സ്റ്റ് h minus 8 is equal to 5 where h is equal to 8. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനിൽ എച്ചിൻ്റെ പ്ലേസിൽ 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ നോക്കാം. ഇതിൻ്റെ LHS പാർട്ടും RHS പാർട്ടും സെയിം ആണോ കിട്ടുന്നത് നോക്കാം. ഓക്കെ, എച്ചിന് 8 എന്ന് കൊടുക്കുമ്പോൾ 8 മൈനസ് 8 എത്രയാണ്? 0 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 0 നോട്ട് ഈക്വൽ ടു 5 അല്ലേ? ഇത് LHS പാർട്ടാണ്, ഇത് RHS പാർട്ടാണ്. അപ്പോൾ രണ്ടും ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? H is equal to 8 is not a solution of the equation H minus 8 is equal to 5. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ 8 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഈ ഇക്വേഷനിൽ രണ്ട് LHS പാർട്ടും RHS പാർട്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം? ഇതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. h minus 8 is equal to 5 where h is equal to 0. h minus 8 is equal to 5, h is equal to 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എച്ചിന് 0 എന്നാണ് കൊടുക്കേണ്ടത്. 0 മൈനസ് 8 എന്ന് പറയുമ്പോൾ ആൻസർ -8 എന്നാണ് വരുന്നത് ആണല്ലോ. സോ LHS എന്ന് പറയുന്നത് -8ഉം RHS എന്ന് പറയുന്നത് 5ഉം ആണ്. -8 നോട്ട് ഈക്വൽ ടു 5 ആണ്. അതായത് LHS പാർട്ടും RHS പാർട്ടും ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? H equal to 0 is not a solution of the equation H minus 8 is equal to 5. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എച്ചിൻ്റെ പ്ലേസിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നമുക്ക് എന്ത് എഴുതാം? നോ. ഇത് ഇതിൻ്റെ സൊല്യൂഷൻ അല്ല എന്നാണ് അവിടെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. p plus 3 equal to 1 where p equal to 3. p plus 3 equal to 1, p equal to 3. അപ്പോൾ ഈ ഇക്വേഷനിൽ പിയുടെ പ്ലേസിൽ നമ്മൾ 3 എന്ന് കൊടുക്കണം. 3 എന്ന് കൊടുക്കുമ്പോൾ 1നോട് ഈക്വൽ ആയിട്ടുള്ള നമ്പർ കിട്ടണം. ഓക്കെ, പിക്ക് 3 എന്ന് കൊടുത്താൽ 3 + 3 6 എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ LHS പാർട്ട്. LHS എത്ര കിട്ടി? 6. RHS എത്രയാണ്? 1 ആണ്. സോ നമുക്ക് 6 നോട്ട് ഈക്വൽ ടു 1, അതായത് LHS പാർട്ട് നോട്ട് ഈക്വൽ ടു RHS പാർട്ട്. സോ p is equal to 3 is not a solution of the equation p plus 3 equal to 1. അതായത് പിയുടെ പ്ലേസിൽ നമ്മളിവിടെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? p plus 3 equal to 1, p equal to 3 എന്ന് പറയുമ്പോൾ ഇവിടെ നോ എന്നാണ് കൊടുക്കേണ്ടത്. ഈ സൊല്യൂഷൻ ഇതിൻ്റെ സൊല്യൂഷൻ അല്ല. ഈ വാല്യൂ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് p plus 3 equal to 1 where p equal to 1. ഓക്കെ, ദെൻ പിയുടെ പ്ലേസിൽ നമ്മൾ 1 എന്ന് കൊടുക്കണം. 1 + 3 equal to 4. 4 നോട്ട് ഈക്വൽ ടു 1. നമുക്കിവിടെ 1 ആണ് കിട്ടേണ്ടത്. സോ ഇവിടെ 4 ആണ് കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? p equal to 1 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. പിക്ക് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് 4 ആണ്. ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 1 ആയിരുന്നു. സോ p equal to 1 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. p equal to 1 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. ഓക്കെ, നോ. നെക്സ്റ്റ് p plus 3 equal to 1, p equal to 0. ഇവിടെ p equal to 0 കൊടുത്ത് നോക്കണം. ഓക്കെ, ദെൻ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. 0 + 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 3 ആണ്. 3 നോട്ട് ഈക്വൽ ടു 1. അതായത് ഇവിടുത്തെ LHS പാർട്ട് എന്ന് പറയുന്നത് p plus 3 ആണ്. RHS പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ LHS പാർട്ട് RHS പാർട്ടിനോട് ഈക്വൽ ആവണം എപ്പോൾ? ഈ പിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ 0 നമ്മളിവിടെ കൊടുത്തപ്പോൾ 0 + 3 3 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു RHS പാർട്ട്.
ഓക്കെ, അപ്പോൾ 3 നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പി ഈക്വൽ ടു 0 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ പി പ്ലസ് 3 ഈക്വൽ ടു 1. ഓക്കെ, പി പ്ലസ് 3 ഈക്വൽ ടു 1ൽ പി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. നോ. ഓക്കെ, നെക്സ്റ്റ് p plus 3 equal to 1 where p equal to minus 1. Okay, then p plus 3 equal to 1, p equal to minus 1 p യുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു, -1 എന്ന് കൊടുത്തു. ദെൻ +3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആണ്. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യാൻ വന്നാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം, വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വലിയ നമ്പർ 3 ആണ്, 3യിൽ നിന്ന് ചെറിയ നമ്പർ ആയിട്ടുള്ള 1 കുറയ്ക്കുക, അപ്പോൾ എത്ര കിട്ടുന്നത് 2. ഓക്കെ, 3യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി. ഇനി വലിയ നമ്പർ ആരായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ 3യുടെ സൈൻ എന്താണ്, പോസിറ്റീവ് സൈനാണ്. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, 2 എന്ന് തന്നെ എഴുതിയാൽ മതി. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 2 ആണ്. 2 നോട്ട് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് LHS പാർട്ടാണ് കിട്ടിയത് 2 എന്ന് പറയുന്നത്, RHS പാർട്ട് 1 ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, പി ഈക്വൽ ടു -1 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ പി പ്ലസ് 3 ഈക്വൽ ടു 1. ഓക്കെ, പിക്ക് നമ്മളിവിടെ -1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. നോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇക്വേഷൻ പി പ്ലസ് 3 ഈക്വൽ ടു 1 ആണ്. അവിടെ പിയുടെ വാല്യൂ -2 ആണ്. ഓക്കെ, ദെൻ പിയുടെ വാല്യൂ -2 കൊടുക്കാം. -2 + 3, വലുതിൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം, വലുതിൻ്റെ ചിഹ്നം ഇടണം, വലുതിൻ്റെ സൈൻ ഇടണം. ഓക്കെ, വലിയ നമ്പർ 3 ആണ്, 3യിൽ നിന്ന് 2 കുറച്ചാൽ 1. വലിയ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, സോ നമുക്കിവിടെ +1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് LHS പാർട്ടാണ്. ഓക്കെ, LHS പാർട്ട് 1 എന്ന് കിട്ടി. RHS പാർട്ട് എത്രയാണ്, ഓൾറെഡി 1 ആണ്. സോ LHS ഈക്വൽ ടു RHS. അപ്പോൾ പി ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പി ഈക്വൽ ടു -2 എന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിയുടെ വാല്യൂ -2 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 തന്നെയാണ്. അതായത് LHS പാർട്ട് ഇസ് ഈക്വൽ ടു RHS പാർട്ടാണ്. ഓക്കെ, ദെൻ ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഇക്വേഷനും ഒരു വാരിയബിളിൻ്റെ വാല്യൂം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷനിൽ ആ വാരിയബിളിൻ്റെ പ്ലേസിൽ ഈ വാല്യൂ കൊടുക്കണം. ദെൻ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ, അതായത് ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് LHSലും കിട്ടുന്നതെങ്കിൽ ആ ഇക്വേഷൻ ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.